Good morning, students. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്. Check whether the following functions are analytic or not. Justify your answer. The first function ഏതാണ്? f of z is equal to z plus z bar. Second function ഏതാണ്? f of z equal to mod z square. നമുക്ക് ഈ രണ്ട് ഫംഗ്ഷൻസും അനാലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? f of z ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. f of z is equal to z plus z bar. z എന്ന് പറഞ്ഞാൽ എന്താണ്? x plus iy എന്നാണ്. z bar എന്ന് പറയുന്നത് എന്താണ്? z ന്റെ കോൺജുഗേറ്റിനെയാണ് നമ്മൾ z bar എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും? x minus iy. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? iy ക്യാൻസൽ ആവും, നമുക്ക് 2x എന്ന് കിട്ടും. ഇതാണ് f z is equal to ux. അപ്പോ f z എന്ന് പറഞ്ഞാൽ എന്താണ്? u plus iv is equal to 2x. അപ്പൊ അതിൽ നിന്ന് u സമയം എത്ര കിട്ടി? നമുക്ക് u ന്റെ വാല്യൂ 2x എന്ന് കിട്ടി, v ന്റെ വാല്യൂ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോ റിയൽ പാർട്ട് u is equal to 2x ആണ്, v equal to 0 ആണ്. ഇനി നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻസ് നോക്കണം. കോഷി റീമാൻ ഇക്വേഷൻസ് എങ്ങനെയാണ് എഴുതുക? ux uy vx vy ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഫസ്റ്റ് കോഷി റീമാൻ ഇക്വേഷൻ കിട്ടും ux is equal to vy. ഇതാണ് ഫസ്റ്റ് കോഷി റീമാൻ ഇക്വേഷൻ 1. ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോഴോ uy is equal to minus vx. ഇത് രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ. ഈ കോഷി റീമാൻ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് അനാലിറ്റിക് ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? u എന്ന ഫംഗ്ഷൻ 2x ആണ്, പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ ux സമം നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? uy is equal to 0 എന്ന് കിട്ടും. അപ്പൊ ux is equal to 2 കിട്ടി, uy is equal to 0 കിട്ടി. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ v equal to 0 ആണ് പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ vy നമുക്ക് എന്താ കിട്ടണേ? vy നമുക്ക് 0 എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മൾ വീണ്ടും പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ y വെച്ചാണ് ചെയ്യുന്നത്, x വെച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ x വെച്ച് ചെയ്യുമ്പോൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് x ആണ് ചെയ്യേണ്ടത്. v equal to 0 ആണ് പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് x വെച്ച് ചെയ്യുമ്പോൾ vx is equal to 0. വീണ്ടും നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് y വെച്ച് ചെയ്യുമ്പോൾ vy is equal to നമുക്ക് എന്ത് കിട്ടും? vy is equal to 0 എന്ന്. അതായത് നമ്മൾ u plus iv is equal to 2x ആണെങ്കിൽ u എന്നുള്ളത് 2x എന്ന് കണ്ടുപിടിച്ചു, v എന്നുള്ളത് 0 എന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം u എന്ന ഫംഗ്ഷനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, u എന്ന ഫംഗ്ഷനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ u നെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ux is equal to 2, u നെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ uy is equal to 0. അതുപോലെ v equal to 0 നെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് x വെച്ച് ചെയ്യുമ്പോൾ vx is equal to 0, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് y വെച്ച് ചെയ്യുമ്പോൾ vy is equal to 0. ഇനി കോഷി റീമാൻ ഇക്വേഷൻസ് പറയുന്നത് എന്താണ്? ഫസ്റ്റ് കോഷി റീമാൻ ഇക്വേഷൻ ux is equal to vy എന്നാണ് അല്ലെ? ഇതാണ് ഫസ്റ്റ് കോഷി റീമാൻ ഇക്വേഷൻ. ഇവിടെ ux നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. vy എന്താ കിട്ടിയിരിക്കുന്നത്? vy is equal to 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോ 2 not equal to 0. Therefore, first Cauchy Riemann equation is not satisfied. First Cauchy CR equation not satisfied. രണ്ടാമത്തെ Cauchy Riemann equation നോക്കാം. uy is equal to minus vx എന്നാണ്. ഇവിടെ uy എത്രയാണ്? uy എന്നുള്ളത് 0 ആണ്. vx എന്ന് പറഞ്ഞാൽ എത്രയാണ്? vx എന്ന് പറഞ്ഞാൽ 0 ആണ്. രണ്ടാമത്തെ Cauchy Riemann equation സാറ്റിസ്ഫൈ ചെയ്തു, പക്ഷെ ഫസ്റ്റ് Cauchy Riemann equations സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. Therefore, the function f of z is equal to z plus z bar is not analytic. f of z equal to z plus z bar എന്നുള്ള എന്താണെന്ന് കിട്ടി? is not analytic. അപ്പൊ ഇവിടെ uy is equal to minus vx കറക്റ്റ് ആണ്, പക്ഷെ ഫസ്റ്റ് Cauchy Riemann equations not satisfied. രണ്ട് Cauchy Riemann equationസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഫംഗ്ഷനെ അനാലിറ്റിക് ആണെന്ന് പറയാൻ കഴിയൂ. അപ്പോൾ ഫസ്റ്റ് Cauchy Riemann equation is not satisfied. Therefore, f of z equal to z plus z bar is not analytic. അതാണ് ഫസ്റ്റ് കേസ് കിട്ടിയത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ ഇതെല്ലാവരും എഴുതിയെടുക്കാം കേട്ടോ. അടുത്ത രണ്ടാമത്തെ കേസ് നോക്കാം.
രണ്ടാമത്തെ കേസ് എന്താണ്? എഫ് ഓഫ് ഇസെഡ്. എഫ് ഓഫ് ഇസെഡ് ഈസ് ഈക്വൽ ടു മോഡ് ഇസെഡ് സ്ക്വയർ എന്നാണ്. മോഡ് ഇസെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഡ് ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടും. അപ്പൊ യു പ്ലസ് ഐ വി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടി. അപ്പൊ യു എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇനി നമ്മൾ ഇതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ യു എക്സ് എത്ര കിട്ടണേ? 2x കിട്ടും. ഇതിനെ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ചെയ്യാം. അപ്പൊ യു വൈ സമയം എത്ര കിട്ടും? നമുക്ക് 2y എന്ന് കിട്ടും. അപ്പൊ യു എക്സ് 2x കിട്ടി, യു വൈ 2y കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ചെയ്യാം. അപ്പൊ വി എക്സിന്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 0 കിട്ടും. പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ചെയ്യാം. അപ്പൊ വി വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മള് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും വി ഈക്വൽ ടു 0. യു എന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, വി എന്നുള്ളത് 0 ആണ്. അപ്പൊ യു എന്ന ഫംഗ്ഷൻ ആദ്യം നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ യു എക്സ് എന്നുള്ളത് 2x കിട്ടി. y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു വൈ എന്നുള്ളത് എന്ത് കിട്ടും? 2y എന്ന് കിട്ടും. അതുപോലെ വി ഈക്വൽ ടു 0 ആദ്യം എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നപ്പോൾ വി എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് കോഷി റീമാൻ ഇക്വേഷൻ എന്താണ് പറയണേ? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആണ്. ഇവിടെ യു എക്സ് എന്താണ്? 2x ആണ്. വി വൈ എന്താണ്? വി വൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഉണ്ടോ? 2x not equal to 0. Therefore, first Cauchy Riemann equation not satisfied. രണ്ടാമത്തെ Cauchy Riemann equation എന്താണ്? uy is equal to minus vx ആണ്. ഇവിടെ uy എന്ന് പറഞ്ഞാൽ എന്താണ്? 2y ആണ്. vx എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. not equal to. Therefore, second Cauchy Riemann equation not satisfied. Therefore, both the Cauchy Riemann equations are not satisfied. Therefore, the function f of z is equal to mod z square is not analytic. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുക. കണ്ടോ? അപ്പൊ നമ്മൾ ഈ പർട്ടിക്കുലർ പ്രോബ്ലം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത മാർഗം എന്താണ്? നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം തന്നെ ഈ ഫംഗ്ഷന്റെ യു വി നമ്മൾ കണ്ടുപിടിക്കുക. യു വി എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു മോഡ് ഇസഡ് സ്ക്വയറിന്റെ യു വി കണ്ടുപിടിക്കണമെങ്കിൽ മോഡ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു പ്ലസ് ഐ വി ആണ്. അപ്പൊ യു പ്ലസ് ഐ വി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് യുവിന്റെ വാല്യൂ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടും, വി നമുക്ക് 0 കിട്ടും. ഇനി നമ്മൾ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ആദ്യം എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പിന്നെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ്. അപ്പൊ യു എക്സും കിട്ടും, യു വൈയും കിട്ടും. വിനെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വി എക്സും വി വൈയും കിട്ടും. എന്നിട്ട് രണ്ട് Cauchy Riemann equations ഇതാണ്. യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ both the Cauchy Riemann equations are not satisfied. Therefore, the given function is not analytic. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കാം, ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഓരോ പ്രോബ്ലം കഴിയുമ്പോഴും നമ്മൾ വെറുതെ കണ്ടുപോകാതെ അത് ഒരു പേപ്പറിൽ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ആ കൺസെപ്റ്റ് എഴുതി ഭംഗിയായിട്ട് ഫുൾ മാർക്ക് മേടിക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ശരി.